ഇപ്പോൾ ഈ പറയുന്ന ഇ.പിയുടെ വിഷയം നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? ആർക്കെങ്കിലും വല്ലതും പിടികിട്ടിയോ? എങ്ങനെയാണ് അദ്ദേഹം എഴുതാത്ത ജീവചരിത്രം പുറത്തു വന്നതെന്ന്? ആരാണ് ആ സ്റ്റോറി ഉണ്ടാക്കിയത്? ആർക്ക് വേണ്ടിയാണ് ആ സ്റ്റോറി ഉണ്ടാക്കിയത്? ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഈ പറയുന്ന വിഷയത്തിൽ ഇപ്പോൾ സരിനെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഈ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചർച്ചയാവണം. പാലക്കാട് BJP ജയിക്കുക എന്നത് ഇവരുടെ മുൻധാരണയുടെ ഭാഗമാണ്. ഈ പറയുന്ന തൃശ്ശൂരിനെ പോലെ തന്നെ പാലക്കാട് BJP ജയിപ്പിച്ചു കൊടുക്കാമെന്ന കരാറ് ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഈ പറയുന്ന ശശിയും തന്നെയാണ്. അപ്പോൾ സരിനെ പോലെയുള്ളൊരു സ്ഥാനാർത്ഥി 10 വോട്ട് കിട്ടുന്നത് തടയാൻ അതിനേക്കൊരു വഴി തുറക്കുകയാണ്. ഇ.പിയുടെ ജീവചരിത്രം, ഇ.പിയെ പുറത്താക്കണം. ഇ.പിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഭവവികാസം നമുക്കറിയാം. അത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ഇ.പിയിലേക്ക് ഇങ്ങനെ ഒരു ജീവചരിത്ര പുസ്തകം ഇ.പി എഴുതിക്കൊണ്ടിരിക്കുന്നു. സരിൻ വലിഞ്ഞു കയറി വന്നവനാണ്. അത് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഒന്ന്, സരിൻ്റെ അനുകൂലമായി വരുന്ന CPM വോട്ടുകൾ തടയാം. രണ്ടാമത് ഇ.പി ജയരാജനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അതുകൊണ്ടാണ് ഇത് എവിടെയും എത്താതെ നിൽക്കുന്നത്. ഞാൻ ഈ വിഷയം ചേലക്കര തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാവിലത്തെ പത്രക്കാർ വന്ന നിങ്ങളോട് മുഴുവൻ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. കാരണം ഇതിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. പി ശശിയെപ്പോലെ ഉള്ള ഒരാളുടെ ഇടപെടലില്ലാതെ ഈ കാര്യം പുറത്തേക്ക് വരില്ല. എന്താ DC ബുക്സും ഉണ്ടാത്തത്? നിങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിച്ചല്ലോ. DC ബുക്സിന് മിണ്ടാൻ കഴിയില്ല. കാരണം ആ രീതിയിൽ ഇതിനെ ആക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ പൊതുവായിട്ട് ഞാൻ ഈ പറഞ്ഞത് അടിവരയിടുകയാണ്. തൃശ്ശൂർ പൂരം കരക്കി അവിടെ ജയിപ്പിച്ചതുപോലെ സരിന് ചിഹ്നം പോലും കൊടുക്കാതെ സരിനെ നിർത്തി സരിന് കിട്ടാവുന്ന വോട്ടുകൾ കൂടി എങ്ങോട്ടേക്ക് എത്തണം? BJPക്ക് എത്തണം. ആ ഒരു സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ്. ആ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതിൽ നിന്ന് അവരുടെ ഇൻവോൾവ്മെൻറ്റിൻ്റെ ശ്രദ്ധ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇന്നലെ തൊട്ടുള്ള ചർച്ച എന്താ? ശശി കൊടുത്ത കേസാണ്. മറ്റത് മുങ്ങുകയാണ്. ഏത്? ഈ പറയുന്ന ഇ.പിയുമായി ബന്ധപ്പെട്ട വിഷയം മുങ്ങിപ്പോവുകയാണ്. ഈ രീതിയിൽ ഒരടിസ്ഥാനവുമില്ലാതെ കൊള്ളസംഘം, ആ കൊള്ളസംഘം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ADGP അജിത് കുമാർ തന്നെയാണ് ഈ കാട്ടുകള്ളനെന്ന് ഞാൻ വിളിച്ചില്ലേ, അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയില്ല. കൊള്ളസംഘം, ആ കൊള്ളസംഘം എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നിലല്ല, മുഖ്യമന്ത്രിയുടെ ആഫീസ് തന്നെയാണ് കൊള്ളസംഘം. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളാണ് ഇവിടെ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലും വരാൻ പോകുന്നത്. അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്. പാലക്കാടിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പരിതാപകരമാണ്. കാരണം DMK അവിടെ പിന്തുണ കൊടുത്തു. നമ്മുടെ പ്രവർത്തകർ നമ്മളാൽ കഴിയുന്ന വിധം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് അവിടെ 16 തട്ടിലാണ്. കോൺഗ്രസ്സുകാരെ തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്താൻ കോൺഗ്രസ് ലീഡർഷിപ്പിന് ഈ നിമിഷവും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വയനാട് ഞങ്ങൾ നോക്കൂ, എന്താ ഇങ്ങനെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു പോയത്? ആരാണ് അതിന് ഉത്തരവാദി? 64% വയനാട് പോലെയുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ വോട്ട് കുറയണമെങ്കിൽ അത് കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വലിയ നിരുത്തരവാദപരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടല്ലേ? ആകെ വയനാട്ടിൽ പ്രവർത്തിച്ചപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ലീഗിൻ്റെ പ്രവർത്തകർ മാത്രമാണ്. ലീഗ് അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവരുടെ പരമാവധി വോട്ടുകൾ ചെയ്യിച്ചിട്ടുണ്ട്. അതായത് വീട്ടിൽ 4 കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ 2 ആളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അത് ആ സ്ഥിതിയെ വയനാട്ടിൽ വന്നതിൻ്റെ മറ്റൊരു പ്രതിഫലനം ഇതാ ഈ പറഞ്ഞതുപോലെ അവിടെ വരാൻ പോവുകയാണ്. അവിടെ ആളുകൾ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പം നടക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതും അന്വേഷിച്ച് മനസ്സിലാക്കിയതും ലീഡർഷിപ്പിൻ്റെ എന്താ പറയുക അതിപ്രസരമാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക സ്വാഭാവികമായിട്ടും. ഈ വരുന്ന നേതാക്കന്മാരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവരുടെ പിന്നാലെ നടക്കുകയാണ് ആര്? കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകർ. അവർ വരുന്ന യോഗങ്ങളിൽ ആളെ കൂടണം, അവരുടെ മീറ്റിങ്ങുകളിൽ ആളെ കൂടണം. ഇവരൊക്കെ ഈ AC റൂമിൽ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് AC കാറിൽ ഇറങ്ങി മീറ്റിങ്ങിൽ പോയി പങ്കെടുത്തവർ മാത്രം പാലക്കാട് ജയിക്കാൻ കഴിയില്ല. താഴേക്കിടയിലേക്ക് ഇറങ്ങി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് പ്രവർത്തിക്കുന്നില്ല. വ്യക്തിപരമായി പോയിട്ട് ആളുകളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നില്ല.
വലിയ വിഷയങ്ങളുണ്ട്. അവിടെ പലതരത്തിലുള്ള ട്വിസ്റ്റാണ് കോൺഗ്രസിൻ്റെ അകത്ത് നടക്കുന്നത്. ഇനി 2-3 ദിവസമുള്ളൂ. അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ പരാജയം ഉണ്ടാവും. അവിടെയും ലീഗിനുള്ള ശേഷി ഉപയോഗിച്ച് ലീഗ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഈ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ വളരെ മന്ദീഭവിച്ചാൽ പോകുന്നത്. മറ്റൊരു വലിയ വിഷയം, വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള വിഷയം, BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വ്യക്തിപരമായിട്ട് ഓരോ ഗ്രൂപ്പുകളെയും കുടുംബത്തെയും തറവാട്ടുകാരെയും കാണുകയാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് വീടുകളിൽ ചെന്നിട്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ BJPക്കല്ല വോട്ട് ചെയ്യുന്നത്, നിങ്ങൾ എനിക്കാണ് വോട്ട് ചെയ്യുന്നത്. എന്നെ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ 10-30 വർഷമായിട്ട് നിങ്ങൾ പറയുന്ന എന്ത് വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആകെ 1.5 വർഷമേ ഉള്ളൂ. എനിക്ക് നിങ്ങളൊരു ചാൻസ് തരണം. അതുകൊണ്ട് ഒരു വോട്ട്, നിങ്ങളെ കുടുംബത്തിലെ വോട്ട് നിങ്ങൾ എനിക്ക് തരണമെന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ന്യൂനപക്ഷ വീടുകളിൽ മുഴുവൻ ഇദ്ദേഹം എത്തിയിട്ടുണ്ട് കൃഷ്ണകുമാർ. പക്ഷേ അതിനെ തിരുത്താൻ സാധിച്ചിട്ടില്ല. മൂന്നാമത് അവിടുത്തെ വിഷയം, സരീനുമായി ബന്ധപ്പെട്ട വിഷയം, സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത വലിയ പ്രശ്നം പാർട്ടിക്കുള്ളിലുണ്ട്. അവരെ സംബന്ധിച്ച് ഒരു ആൻറ്റി പിണറായി മൈൻഡിലാണ് സഖാക്കൾ വലിയൊരു ശതമാനം നിൽക്കുന്നത്. അവരുടെ വോട്ട് ഞാൻ മനസ്സിലാക്കിയത്, അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയതും, രാഹുൽ മാങ്കൂട്ടത്തിനല്ല വോട്ട് പോകുന്നത്. ആ വോട്ട് കൂടി ആർക്കാണ് പോകുന്നത്? BJP സ്ഥാനാർത്ഥിക്കാണ്. ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ് പാലക്കാട് നിൽക്കുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആകെ തിരിഞ്ഞിരിക്കുന്നു. അവരെ പോയി പാച്ചപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ പാച്ചപ്പ് ചെയ്യേണ്ട വിഷയങ്ങളിൽ പാച്ചപ്പ് ചെയ്യാൻ UDF ലീഡർഷിപ്പിനവിടെ കഴിഞ്ഞിട്ടില്ല. ഇനിയും 2-3 ദിവസമുണ്ട്. അത് സീരിയസ് ആയിട്ട് കോൺഗ്രസ് ലീഡർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ പാലക്കാടത്തെ കാര്യവും പോക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.